കാഞ്ചിയാർ മുരിക്കാട്ടുകുടിയിൽ കാട്ടാന ആദിവാസി കർഷകന്റെ കൃഷി നശിപ്പിച്ചു. മുരിക്കാട്ടുകുടി ചെക്കിടാം ഭാഗത്ത് പ്രശാന്ത് നിലയത്തിൽ നായർ ഗോപിയുടെ കൃഷിദേഹങ്ങളാണ് കാട്ടാന നശിപ്പിച്ചത്. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കർഷകനുണ്ടായിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. കാഞ്ചിയാർ പഞ്ചായത്തിലെ 2ഉം 16 വാർഡും ചേരുന്ന ഭാഗത്തുള്ള മുരിക്കാട്ടുകുടി ചെക്കിടാം ഭാഗത്താണ് കാട്ടാന ശല്യം ഉണ്ടായത്. വനത്തിന് സമീപത്തുള്ള ഈ പ്രദേശം കാട്ടാന ഭീഷണിയുള്ള പ്രദേശമാണ്. ഇന്നലെ രാത്രി വനത്തിൽ നിന്ന് കൃഷിയിടത്തിലെത്തിയ കാട്ടാന തെങ്ങും കമുകും പനയും മറിച്ചിട്ട് പൊട്ടിച്ച് കഴിച്ചു. വാഴയും മറ്റു കൃഷികളും പൂർണ്ണമായി നശിപ്പിച്ചു. ഏലച്ചെടികൾ ചവിട്ടി മെതിച്ച് നശിപ്പിക്കുകയും ചെയ്തു. കൂണുപോലെ വീടുകളുള്ള പ്രദേശത്താണ് കാട്ടാന ഇറങ്ങി നാശം വിതച്ചത്. ആന അവിടെ വാഴ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് വരെ വന്ന് ആന വാഴയെല്ലാം പെടുത്തി പനയെല്ലാം പെടുത്തി അവിടെ ഇട്ട് തിന്നിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ളവരെ അടുത്തുള്ളവരെല്ലാം വിളിച്ചു. പിന്നെ എൻ്റെ പയ്യനുണ്ടായിരുന്നു സ്വരായി, അവനെ വിളിച്ചാൽ പറഞ്ഞു ആരെങ്കിലും അറിയിക്കാനുള്ളവരെ അറിയിക്കാൻ പറഞ്ഞു. അങ്ങനെ അവനെ അറിയിച്ചു. അവനിപ്പോൾ ഇത്ര ആയത്. പോയത് വാഴയും കുറേ തെങ്ങും എല്ലാം കളഞ്ഞു. അടുത്തുള്ള പറമ്പിലെ എല്ലാം കുറേ ഏലം. ഇവിടെ ആന ഇറങ്ങുന്നത് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിനൊരു നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ ജീവന് അപകടത്തിലാണ്. കാട്ടാന ഇറങ്ങിയതോടെ ഇവിടെയുള്ള കുടുംബങ്ങൾ ഭീതിയിലാണ്. കൊച്ചുകുട്ടികളുമായി കഴിയുന്നവരുടെ ജീവന് തന്നെ കാട്ടാന ഭീഷണി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഭാഗത്ത് ഇന്നലെ രാത്രിയിൽ കാട്ടാന വ്യാപകമായി കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെ അധിവസിക്കുന്ന ഒരു പ്രദേശമാണിത്. കാട്ടാനയുടെ ശല്യം കാഞ്ചിയാർ പഞ്ചായത്തിൽ വ്യാപകമായി വരികയാണ്. കഴിഞ്ഞ മാസം മറ്റപ്പള്ളിയിലും ഇപ്പോൾ മുരിക്കാട്ടുകുടിയിലും കോഴിമലയിലുമൊക്കെ അടുത്ത ദിവസങ്ങളിലെല്ലാം ആനശല്യം ഉണ്ടായിട്ടുണ്ട്. ബന്ധപ്പെട്ട ഫോറസ്റ്റ് അധികാരികൾ അടിയന്തരമായി കാട്ടാനശല്യം ഉണ്ടാകാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. മുമ്പ് ഇവിടെ ട്രെഞ്ച് ഉണ്ടായിരുന്നു, എന്നാൽ അതെല്ലാം മൂടിക്കഴിഞ്ഞു. ഇതോടെ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾക്ക് ഏകദേശം കൃഷിയിടത്തിൽ കടന്നു വരാൻ കഴിയും. ഇത് ജനങ്ങളുടെ ഭീഷണിയും ഉയർത്തിയിരിക്കുകയാണ്. പ്രദേശത്ത് വൈദ്യുതി വിളക്കില്ലാത്തതും ജനങ്ങളുടെ ജീവന് ഭീഷണിയാണ്. കാട്ടാന കൃഷിയിടത്തിൽ ഇറങ്ങിയതറിഞ്ഞ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ.